സൗമ്യ, ആ പേര് നമ്മൾക്ക് അത്രയേറെ പരിചിതമാണ്. 2011 നടന്ന ആ ക്രൂരമായ സംഭവം ഒരുപക്ഷെ നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. സൗമ്യ എന്ന 23 വയസ്സുകാരി പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചുവെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഒരുപാട് പ്രതീക്ഷകളുമായി എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് യാത്ര തിരിച്ച ആ പെൺകുട്ടി, ആരും വിചാരിച്ചില്ല അത് അവളുടെ അവസാന ജീവിതയാത്രയായിരിക്കുമെന്ന്. അന്ന് രാത്രി ട്രെയിനിൽ വെച്ച് നടന്ന ക്രൂരമായ ആക്രമണം ഗോവിന്ദച്ചാമി സൗമ്യയെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ടു. ശേഷം ട്രാക്കിന് സമീപം വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു. ഈ ഒരു ആക്രമണത്തിൽ സൗമ്യയ്ക്ക് ഗുരുതരമായി ഒന്ന് പരിക്കേറ്റു. ദിവസങ്ങളോളം, അതായത് 5 ദിവസത്തോളം അവൾ ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്നു. ഒടുവിൽ 2011 ഫെബ്രുവരി 6-ാം തീയതി ആ കുട്ടി മരണത്തിന് കീഴടങ്ങി. ആ വാർത്ത കേട്ടപ്പോൾ നമ്മുടെയെല്ലാം മനസ്സ് വലിയ രീതിയിലാണ് നീറിയത്. ഒരു രാജ്യം മുഴുവൻ ആ കുട്ടിക്ക് വേണ്ടി കണ്ണീരൊഴുകി. അന്ന് ആ കേസ് എത്രത്തോളം ജനശ്രദ്ധ നേടിയെന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടി എത്രയോ പേരാണ് തെരുവിലിറങ്ങിയത്. അങ്ങനെ ഒരു ക്രൂരമായ കേസിലെ പ്രതിയാണ് ഗോവിന്ദച്ചാമി. ഈ കേസിൽ വിചാരണ കോടതി ഇയാൾക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് പലർക്കും ആശ്വാസം തോന്നിയിട്ടുണ്ടാകും. പക്ഷേ പിന്നീട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ വിധിയിൽ മാറ്റം വരുത്തി. കൊലപാതക കുറ്റം നിലനിർത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദാക്കി. ബലാത്സംഗ കേസിൽ ജീവപര്യന്തം ശിക്ഷ മാത്രമാണ് അയാൾക്കന്ന് ലഭിച്ചത്. ആ വിധി പോലും വലിയ ചർച്ചയായിരുന്നു. ഒരുപാട് പേർക്ക് അത് വലിയ നിരാശയുണ്ടാക്കിയിരുന്നു. സൗമ്യയുടെ കുടുംബത്തിലെ വേദന ഒന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെ ജീവപര്യന്തം തടവ് ശിക്ഷിക്കപ്പെട്ട കേരളത്തിലെ തന്നെ അതിസുരക്ഷയ ജയിലുകളിൽ ഒന്നായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന ഗോവിന്ദച്ചാമി, അങ്ങനെ ഒരാൾ ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത്, എന്നിട്ട് മണിക്കൂറുകൾക്കകം പിടികൂടുകയും ചെയ്യപ്പെട്ടു. ഇത് കേട്ടപ്പോൾ ഒരുപാട് പേരെ പോലെ ഞാനും സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ജയിലല്ലല്ലോ. അവിടെ നിന്ന് ഒരാൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത്, അത് ഗോവിന്ദച്ചാമി ഒരു കൈയില്ലാത്ത ഒരാളാണെന്ന് നമുക്കറിയാം. എന്നിട്ടും അയാൾക്ക് ഈ ജയിൽ ചാടാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരും. ഒരുപാട് പേർക്ക് ഈ ഒരു സംശയം തോന്നിയിട്ടുണ്ടാകാം, അല്ലേ?